ആൾദൈവങ്ങളെന്ന വിഷയമാണ് ഇന്നത്തെ പ്രഭാഷണത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആൾദൈവങ്ങളെന്ന വിഷയം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം വർത്തമാന കേരളത്തിൽ ധാരാളം ആൾദൈവങ്ങൾ ചെറുതും വലുതുമായി വ്യാപകമായി നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നതുകൊണ്ടാണ്. 58ഓളം ആൾദൈവങ്ങൾ കേരളത്തിൽ ഇപ്പോൾ വിരാജിക്കുന്നുണ്ട് എന്നാണ് മംഗളം പത്രം നടത്തിയിട്ടുള്ളൊരു സർവേയിൽ നിന്ന് ലേറ്റസ്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ആൾദൈവങ്ങൾ എന്തു ചെയ്യുന്നു? എന്താണ് ആൾദൈവങ്ങളുടെ സാമൂഹ്യ പ്രസക്തി? അവർക്ക് ചരിത്രപരമായ എന്ത് പങ്കുവഹിക്കാനുണ്ട്? മതരംഗത്ത് അവരെന്താണ് ചെയ്യുന്നത്? മതപരമായ അവരുടെ പങ്കാളിത്തം എന്താണ്? ഈ വിഷയം അപഗ്രഥിക്കണമെങ്കിൽ ആൾ എന്നും ദൈവമെന്നും 2 പദങ്ങൾ സംയോജിപ്പിച്ചുണ്ടാക്കിയ ആൾദൈവങ്ങൾ എന്ന് പറയുന്ന ആ പദത്തെ, ആ സംയുക്ത പദത്തെ സൂക്ഷ്മമായി അപഗ്രഥിക്കേണ്ടതുണ്ട്. അതിൽ ഒരു പദം ദൈവം എന്നാണ്. ദൈവം എന്നാൽ എന്താണ്, ആരാണ് എന്ന ചോദ്യത്തിന് മതങ്ങൾ നൽകുന്ന ഉത്തരമാണ് നമ്മുടെ പ്രധാനമായി നാം വിലയിരുത്തേണ്ടത്. മതങ്ങൾ പറയുന്ന സാമാന്യമായ നിർവചനം, ഓരോ മതക്കാരും ദൈവത്തെക്കുറിച്ച് വ്യക്തിനിഷ്ഠമായ അഭിപ്രായങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സാമാന്യമായി അവരവതരിപ്പിച്ച ആ അഭിപ്രായങ്ങളിൽ ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, അതോടൊപ്പം അതൊരു അശരീര ശക്തിയാണ്. ഇതാണ് സാമാന്യമായി ഹിന്ദുമതവും ഇസ്ലാം മതവും ക്രിസ്തുമതമടക്കമുള്ള സംഘടിത മതങ്ങൾ അംഗീകരിക്കുന്ന ഒരു പൊതു നിർവചനം. ഈ നിർവചനത്തെ അവലംബമാക്കി ദൈവത്തെ അപഗ്രഥിക്കാം. ഈ പറഞ്ഞ ഗുണങ്ങൾക്ക് ദൈവത്തിനുണ്ടോ? അങ്ങനെയുള്ളൊരു ദൈവം ഈ പ്രപഞ്ചത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ആ ദൈവത്തിന് അവതാരങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ദൈവാവതാരങ്ങളുടെ രൂപത്തിൽ വരുന്ന ആൾദൈവങ്ങളുടെ വേര് കണ്ടുപിടിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളെ അപഗ്രഥിക്കാൻ, ശാസ്ത്രീയമായി അപഗ്രഥിക്കാൻ നമുക്ക് സാധിക്കണം. ഒന്നാമതായി, ദൈവം അശരീര ശക്തിയാണെന്നാണ് അവകാശപ്പെടുന്നത്. അശരീര ശക്തി എന്ന് പറയുമ്പോൾ ശരീരബന്ധമില്ലാത്ത, ശരീരബന്ധിതനായി ഭൗതിക ശരീരമുള്ള ഒരു ദൈവമായി അയാൾക്ക് നിൽക്കാൻ കഴിയില്ല എന്നാണ്. ശരീരമില്ലാത്ത ഒരു ദൈവം ആൾദൈവമായി മാറുമോ? അതിൻ്റെ ആവശ്യം ദൈവത്തിനുണ്ടോ? അക്കാര്യത്തിന് ഉത്തരം പറയേണ്ടത് ദൈവമാണെങ്കിലും തൽക്കാലം ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ആൾദൈവം യഥാർത്ഥത്തിൽ ശരീരബന്ധിതനായ ദൈവമാണെങ്കിൽ യഥാർത്ഥ ദൈവം അശരീരിയായ, ശരീരമില്ലാത്ത ദൈവമാണ്. നമുക്കറിയുന്നത് പോലെ പ്രപഞ്ചത്തിൽ മനുഷ്യർ മാത്രമല്ല ജീവനുള്ള സാധനങ്ങളായിട്ട് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. കോടാനുകോടി ജീവജാലങ്ങൾ ജന്തുലോകത്തിൽ നിങ്ങൾക്ക് കാണാം. സസ്യലോകത്തിലും സമാന്തരമായ കോടാനുകോടി ജീവജാലങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു ജീവിയുടെ തറവാട്ടിൽ, കുടുംബത്തിൽ നിങ്ങൾ ദൈവാരാധനയോ ദൈവവിശ്വാസമോ ദൈവബന്ധമായ എന്തെങ്കിലും കർമ്മങ്ങളോ കാണുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ച കോടാനുകോടി ജീവജാലങ്ങൾക്ക് ദൈവബോധത്തെക്കുറിച്ചോ യാതൊരു സാമാന്യ ലക്ഷണങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയാത്തത്? ദൈവം ഇല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ദൈവത്തിൻ്റെ ആ കോടാനുകോടി സൃഷ്ടി ജീവജാലങ്ങളുടെ സ്വഭാവവിശേഷം തന്നെയാണ്. ജീവജാലങ്ങൾക്കൊന്നും ദൈവബോധമില്ലെങ്കിൽ, ആരാധനയില്ലെങ്കിൽ, അവർക്ക് ആൾദൈവബോധമില്ലെങ്കിൽ മനുഷ്യന് മാത്രം ഈ ബോധം ഉണ്ടാവാൻ കാരണമെന്താണ്? അതുകൊണ്ട് തന്നെ ആൾദൈവത്തിലെ ദൈവം എന്ന വാക്കിനെ നാം അപഗ്രഥിക്കുമ്പോൾ ഈ പറഞ്ഞ സവിശേഷതയോടൊപ്പം തന്നെ മനുഷ്യൻ്റെ സവിശേഷതയും നമ്മൾ കാണേണ്ടതുണ്ട്. മനുഷ്യൻ്റെ ജൈവ പരിണാമത്തിൻ്റെ കഥ പരിശോധിക്കുമ്പോൾ പൂർവികരായ കുരങ്ങന്മാരിൽ നിന്നും മനുഷ്യന്മാരുടെ പൂർവികന്മാരും ഒരേ തറവാട്ടിൽ നിന്ന് വളർന്നു വന്നവരെന്നാണ് പരിണാമവാദം പറയുന്നത്. കുരങ്ങൻ നേരിട്ട് മനുഷ്യനായി എന്ന് പറയുന്ന തെറ്റിദ്ധാരണ ഒരു വലിയ വിഭാഗം മതവിശ്വാസികളടക്കം ആളുകൾ വെച്ച് പുലർത്തുന്നുണ്ട്. അത് അശാസ്ത്രീയമായ ധാരണയാണ്. കുരങ്ങന്മാരുടെയും മനുഷ്യരുടെയും പൂർവികന്മാർ ഒരു താവഴിയിലുള്ളതാണെന്നാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന കൃതിയിൽ ഡാർവിനടക്കം പിന്നീട് വന്ന പരിണാമ പണ്ഡിതന്മാർ വരെ സ്ഥാപിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ കുരങ്ങന്മാർക്കും നമുക്കും തമ്മിലൊരു ബന്ധമുണ്ട്. ഏറ്റവും അടുത്ത കാലത്ത് വന്നിട്ടുള്ള ജനിതകശാസ്ത്രത്തിൻ്റെ തെളിവുകൾ പരിശോധിക്കുമ്പോൾ കുരങ്ങന്മാരുടെ ജീനുകളിൽ 99% വരുന്ന ജീനുകൾ മനുഷ്യൻ്റെ ജീനുകളുമായി നേരിട്ട് സമാനമാണെന്നും ഗുണമുള്ളവയാണെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ബന്ധം കുരങ്ങനും മനുഷ്യനും തമ്മിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കുരങ്ങൻ മനുഷ്യനായി മാറി എന്ന ഒരു കഥ ശാസ്ത്രവിരുദ്ധമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. 2 വിഭാഗങ്ങൾക്കും ജനിതകശാസ്ത്രപരമായ പരിണാമങ്ങൾ അല്ലെങ്കിൽ മ്യൂട്ടേഷൻസ് വന്നതിൻ്റെ ഭാഗമായി ഓരോന്നിനും പരിണാമം സംഭവിച്ചിട്ടുണ്ടാകാം. കുരങ്ങന്മാരും മനുഷ്യന്മാരും തമ്മിലെ വ്യത്യാസം എന്താണ്? കുരങ്ങന്മാർക്ക് സംസാരിക്കാൻ കഴിയില്ല,
ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരാം, പക്ഷെ ചിന്തയെ രേഖപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല. ഭാഷ അതുപോലെ ലിപി അവരെ സംബന്ധിച്ചിടത്തോളം വഴങ്ങുന്ന ഒരു പ്രതിഭാസമല്ല. മനുഷ്യന്റെ പ്രത്യേകത, അവന് നല്ല ഒരു സൗണ്ട് ബോക്സ് ഉണ്ട്. ശബ്ദം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, ഭാഷയ്ക്ക് രൂപം കൊടുക്കാൻ സാധിക്കും. ആശയവിനിമയത്തിന് ഭാഷയെ ശക്തമായ ഒരു ഉപാധിയാക്കുവാൻ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് സാധിച്ചു. അതൊരു മനുഷ്യന്റെ ഒരു സവിശേഷതയാണ്. ആ സവിശേഷതയെ ചില മതപണ്ഡിതന്മാർ പറയുന്നത് ദൈവം പ്രത്യേകമായി മനുഷ്യനെ പരിഗണിച്ചതുകൊണ്ട് അവന് സവിശേഷമായ ബുദ്ധിമണ്ഡല ബോധമണ്ഡല ഗുണവിശേഷങ്ങൾ നൽകിയെന്നാണ്. അത് പറഞ്ഞത് സത്യമാണെങ്കിൽ ദൈവം ഒന്നിനും കൊള്ളാത്ത ഒരു നീചനാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കോടാനക്കോടി ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രം സവിശേഷ ജ്ഞാനം കൊടുക്കുകയും കുരങ്ങരടക്കമുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് അത് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ദൈവം ഒന്നാം തരം വിവേചനം കാണിക്കുന്ന ഡിസ്ക്രിമിനേറ്റീവ് ക്രീഡുള്ള സ്വഭാവമുള്ള ഒരു ജീവിയാണെന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും. ഈ വിവേചനം എന്ന് പറയുന്നത് ഒരു ദുർഗുണമാണ്. അത് മനുഷ്യന് പോലും ദുർഗുണമാണെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് മനുഷ്യന് ദൈവം സവിശേഷമായ ഒരു വിജ്ഞാനം നൽകിയതാണ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. മറിച്ച് കുരങ്ങനും മനുഷ്യനും തമ്മിലുള്ള ശരീരഘടന പരിശോധിച്ചാൽ ദൈവികവാദത്തിലെ ഈ മനുഷ്യ സവിശേഷവാദം ശുദ്ധ അസംബന്ധമാണെന്ന് നമുക്ക് വ്യക്തമാകും. അതിന് ഉദാഹരണം നിങ്ങൾക്ക് കുരങ്ങന്മാരുടെ തലച്ചോറിലേക്ക് നോക്കാം. കുരങ്ങന്മാരുടെ തലച്ചോറും മനുഷ്യന്റെ തലച്ചോറും തമ്മിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഘടനാപരമായ കാര്യമായ വ്യതിയാനങ്ങളില്ല. എന്താ ഒരു വ്യത്യാസമുള്ളത്? കുരങ്ങന്റെ തലച്ചോറിൻ്റെ ഈ മുൻഭാഗം നിയോപാലിയം എന്ന് പറയുന്ന ഒരു പാടയുണ്ട് അവിടെ. ആ നിയോപാലിയം മനുഷ്യന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇത്തിരി കട്ടി കൂടും, തിക്നെസ് വർദ്ധിക്കും. അതല്ലാതെ മനുഷ്യന്റെ ശരീരഘടനയും തലച്ചോറിന്റെ ഘടനയും അതുപോലെ കുരങ്ങന്മാരുടെ ശരീരഘടനയും തലച്ചോറിന്റെ ഘടനയും തമ്മിൽ കാര്യമായ യാതൊരു വ്യതിയാനവുമില്ല. എന്നിട്ടും മനുഷ്യന് സംസാരിക്കാൻ സാധിക്കുന്നു, ഭാഷ രൂപപ്പെടുത്താൻ സാധിക്കുന്നു. നേരെ മറിച്ച് കുരങ്ങന്മാർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഇതിനെന്താണ് കാരണം? അതിൻ്റെ കാരണം ഭൗതികമായ വസ്തുനിഷ്ഠമായ കാരണങ്ങളുണ്ട്. അതിന് കാരണം ഒന്ന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിപരീത ദിശയിൽ ഉപയോഗിക്കാവുന്ന വിരലുകളുള്ള കൈകളുണ്ട്. ഒപ്പോസിബിൾ ഫിംഗേഴ്സ്, അതാണ് മനുഷ്യൻ്റെ വിരലുകളുടെ പ്രത്യേകത. കുരങ്ങനത് കഴിയില്ല. അവൻ്റെ 5 വിരലുകളും ഒരേ ദിശയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുള്ളതുകൊണ്ട് ബലമായി പിടിക്കാനുള്ള കഴിവ് മനുഷ്യനുള്ളതുപോലെ കുരങ്ങന് കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ഈ കൈയുടെ പ്രത്യേകത, ഈ പിടുത്തം നടത്താനുള്ള കൈയിൻ്റെ കഴിവ് മനുഷ്യൻ്റെ ഭാഷയും അവൻ്റെ ബോധവും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. മനുഷ്യന് അസാധാരണമായ ബോധമണ്ഡലം വികസിച്ചതിന് കാരണം ഈ കൈയുടെ പ്രയോഗമാണ്. അധ്വാനമാണ് ബോധത്തിൻ്റെ അടിത്തറ, ബുദ്ധിയുടെ അടിത്തറ. നേരെ മറിച്ച് തലച്ചോറ് മാത്രമല്ല, തലച്ചോറ് വേണം, പക്ഷെ തലച്ചോറുണ്ട് എന്നതുകൊണ്ട് മാത്രം ബോധം വികസിച്ചു കൊള്ളണമെന്നില്ല. അധ്വാനം, കൈകൊണ്ട് അധ്വാനിക്കുന്ന മനുഷ്യൻ കൈകളുടെ പ്രവർത്തന രീതിയെ നോക്കുകയും പ്രവർത്തനത്തിന് ചിന്താപരമായ പ്രേരണ കൊടുക്കുകയും ചെയ്യുമ്പോൾ കൈയുടെ ഗുണദോഷങ്ങൾ, പ്രവർത്തനത്തിലെ ഗുണദോഷങ്ങൾ തിരിച്ചറിയാൻ കഴിയുകയും അതിൻ്റെ ഫലമായി കൈകളുടെ പ്രവർത്തന ശൈലി മാറ്റുകയും ആ കൈകളുടെ പ്രവർത്തന ശൈലി വീണ്ടും തലച്ചോറിൽ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുകയും തലച്ചോർ അതിൻ്റെ ഫലമായി പുത്തൻ ചിന്തകളിലേക്ക് എത്തിച്ചേരുകയും അങ്ങനെ തലച്ചോറും കൈയും തമ്മിൽ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെയും പ്രതിപ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ് ബുദ്ധിയും ബുദ്ധിമണ്ഡലവും ചിന്താമണ്ഡലവും യുക്തി ചിന്തയുമൊക്കെ വികസിച്ചു വന്നിട്ടുള്ളതെന്ന് ചരിത്രപരമായ വസ്തുനിഷ്ഠമായ ഒരു സത്യമാണ്. ഒന്ന്, ഈ കൈകളാണെങ്കിൽ രണ്ടാമത്തെ പ്രശ്നം, ത്രിമാന വീക്ഷണമുള്ള കണ്ണ് മനുഷ്യനുണ്ട്. ഈ ത്രിമാന വീക്ഷണമുള്ള കണ്ണുള്ളതുകൊണ്ട് കാണുന്ന വസ്തുവിൻ്റെ സൂക്ഷ്മധാരണ, സത്യസന്ധമായ ധാരണ അവൻ എത്തിപ്പിടിക്കാൻ വളരെ എളുപ്പമാണ്. മൂന്നാമത്തെ ഒരു പ്രധാന ഗുണം മനുഷ്യ ശരീരത്തിലുള്ളത് അവൻ്റെ നിവർന്ന നട്ടെല്ലാണ്. നിവർന്ന നട്ടെല്ലുകൊണ്ട് നടക്കാനും എഴുന്നേൽക്കാനും ഓടാനും നീന്താനും ഏത് ജോലി ചെയ്യുവാനുമുള്ള സവിശേഷത മനുഷ്യനുണ്ട്. അധ്വാനത്തിൻ്റെ വിവിധ മുഖങ്ങളിൽ വ്യാപരിക്കാനുള്ള കഴിവ് മനുഷ്യന് വർദ്ധിച്ചിട്ടുള്ളത് ഈ 3 ശാരീരികമായ അസ്തിത്വം ഉള്ളതുകൊണ്ടാണ്. അതാണ് മനുഷ്യൻ്റെ പുരോഗതിക്ക്, അവൻ്റെ വളർച്ചയ്ക്ക് അടിത്തറയായി നിലനിൽക്കുന്ന പ്രധാന ഘടകങ്ങൾ. കുരങ്ങനെ നിവർന്ന നട്ടെല്ലിനാൽ നമുക്കറിയാം. ത്രിമാന വീക്ഷണമുള്ള നേത്രങ്ങളുടെ അപര്യാപ്തതയും ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് കൈകളുടെ ഈ പോരായ്മ കുരങ്ങനുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഭാഷാപരമായ ബുദ്ധിപരമായ വ്യത്യാസത്തിൻ്റെ കാരണം ശാരീരികമാണ്, ദൈവികമല്ല. ദൈവമാണ് ഈ സവിശേഷ അനുഗ്രഹങ്ങൾ നൽകിയെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ശാസ്ത്രബോധമില്ല, ജൈവപരിണാമത്തിൻ്റെ അടിത്തറയെക്കുറിച്ച് അറിയില്ല എന്നാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്നും ഒരു വലിയ വിഭാഗം പണ്ഡിതരായ മതനേതാക്കന്മാർ പരിണാമവാദത്തെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രവസ്തുതകൾ തിരിച്ചറിയാനുള്ള കഴിവ് അവർ പ്രകടിപ്പിക്കുന്നില്ല. അവരും